ദൈവനാമത്തിന് മാത്രമുണ്ടായിരിക്കട്ടെ. അതിരായ വൈദികരെ, യുവനപ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, ട്രഷറർ, വിവിധ ദേവാലയങ്ങളിൽ നിന്ന് തറവാട്ടിൽ ദിനമെന്ന പരിപാടിക്ക് വേണ്ടി കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹമാണ്. വളരെ സന്തോഷത്തോടെയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. മറ്റൊന്നുകൊണ്ടല്ല, നിങ്ങളെ എൻ്റെ മുന്നിൽ കാണുന്നു എന്നത് തന്നെ. തറവാട്ടിൽ ഒരു ദിനം എന്നുള്ളത് 2 പകുതികളാക്കി മാറ്റി എന്ന് കേൾക്കുവാനായിട്ട് ഇടയായതിൽ സന്തോഷം. അഭിനയ പിതാവിൻ്റെ കബറടത്തിന് മുമ്പാകെ വന്ന് നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും കൊണ്ട് മുട്ടി പ്രാർത്ഥിച്ചു കാണും എന്നാണ് എൻ്റെ വിചാരം. അങ്ങനെ ചെയ്യാത്ത ആരെങ്കിലുണ്ടോ? തിരുവേദിയുടെ കബറടത്തിൽ പോയി ഒരു പ്രാവശ്യമെങ്കിലും മുട്ടി പ്രാർത്ഥിക്കാത്ത ആരെങ്കിലുണ്ടോ? ഉണ്ടോ? ഇല്ല, എല്ലാവരും ചെയ്തു. വർഷത്തിലൊരിക്കൽ ഒരു ആധ്യാത്മിക സംഘടന എന്ന നിലയ്ക്ക് വന്ന് അപ്പനെ കണ്ടിട്ട് തിരിച്ചു പോകുക അനുഗ്രഹമാണ്. ആ അനുഗ്രഹമാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഇവിടെ ചെലവഴിച്ച സമയങ്ങൾ സന്തോഷകരമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. ഞാൻ കരുതുന്നത് ശരിയാണോ? 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 നിങ്ങളിവിടെ ഹാപ്പി ആയിട്ട് കഴിഞ്ഞോ? അത് ഏത് തരത്തിലുള്ള സന്തോഷമായിരുന്നു? ആത്മീയ സന്തോഷമാണോ? അതോ നമ്മൾ സാധാരണ ഈ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ കളിക്കാനൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ്? ഏത് തരത്തിലുള്ള സന്തോഷമാണ് കിട്ടിയത്? യുവനപ്രസ്ഥാനക്കാര് ശബ്ദിച്ച് പറക്കൂടാനും എല്ലാം വിലക്കിയിട്ടുണ്ടോ? സംസാരം ഇനി അതുപോലെ ഫോളോയിലുണ്ടെന്ന് വെച്ചാൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി തരാത്തത്. കൊള്ളാം. ദൈവികമായ പരിശുദ്ധാത്മ നിറവിലുള്ള ഒരു സന്തോഷം നമുക്കെല്ലാവർക്കും ലഭിക്കുക എന്നതാണ് ഈ കൂടെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഈ എക്സ്റ്റസി എന്നൊരു വാക്കുണ്ട്. അല്ലേ? വലിയ വാക്ക് എക്സ്റ്റസി എന്നൊരു വാക്ക്. മദ്യപിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? മദ്യപിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ? നിങ്ങളാരെങ്കിലും മദ്യപിച്ചിട്ടുണ്ടോ? ഒരാൾ പോലും? നന്നായി, വളരെ സന്തോഷം. മദ്യപിക്കുന്നവർ മദ്യപിച്ച് കഴിഞ്ഞ് കാണിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഈ റോഡിലൊക്കെ കുറഞ്ഞത് മദ്യപിച്ച് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. അവരൊരു പ്രത്യേക ലോകത്തിൽ ആ സമയത്തല്ലേ? അല്ലേ? അതുപോലെ ചില പ്രാർത്ഥനയ്ക്ക്, നമ്മുടെ പ്രാർത്ഥനകളല്ല, വേറെ ചില പ്രാർത്ഥനകൾ ചെയ്തിരുന്നു കഴിഞ്ഞാൽ അവിടെ ഈ പ്രാർത്ഥന അങ്ങോട്ട് തുടങ്ങി കഴിയുമ്പം അവിടെ ഇരിക്കുന്നിടത്തുനിന്ന് ചാടി പോകുന്നത് കണ്ടിട്ടുണ്ട്. പറഞ്ഞ പക്ഷെ നമ്മൾ ടി വിയിലൊക്കെ കണ്ടാണുള്ളത്. ടി വിയിലൊക്കെ കണ്ടിട്ടില്ലേ? ഫോർ എക്സാമ്പിൾ, പേര് ഒരു ചാനലിൻ്റെ പേര് പറഞ്ഞാൽ പിന്നെ നാളത്തെ അതിന് പോയിരുന്നതാണ്. അത് മേടിച്ച് എനിക്ക് പറയാൻ നോക്കുന്നില്ല. ചില ചാനൽസിലും അതുപോലെ തന്നെ ഈ ചില വീഡിയോസിലൊക്കെ കാണാൻ കഴിയും. ഒരാൾ അങ്ങോട്ട് കൈയും കാലും ഉയർത്തി പ്രാർത്ഥിക്കും, ബാക്കിയുള്ളതെല്ലാം ഒരാൾ മറ്റേ കീഴിലൂടെ ഓടുന്നു, മേളിലൂടെ ഓടുന്നു, വേറെ ആളെ കറക്കി താഴെ ഇടുന്നു, പിടിച്ച് നേരെ നിർത്തുന്നു, പിന്നെ 2 പേര് തള്ളി ഇടാതിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കണ്ടിട്ടില്ലേ? ഉണ്ടല്ലേ? അപ്പൊ ഈ മുമ്പേ പറഞ്ഞ മദ്യപിക്കുന്നവര് മദ്യപിച്ചതിന് ശേഷം ഉണ്ടാകുന്നതും അതുപോലെ തന്നെ ഈ ഞാൻ ഇപ്പൊ പറഞ്ഞ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നത് ഒരു പ്രത്യേക തരം അനുഭൂതിയാണ്. അത് ഇപ്പോഴാണെങ്കിലും നമുക്കിവിടെ ചെയ്യാവുന്നതുണ്ട്. ഞാൻ വിദേശത്ത് ജീവിതങ്ങളുണ്ടോ?
അച്ഛൻ ചെന്ന് ഇവർക്കൊരു ഇക്കിളി കൊടുക്കാമെങ്കിൽ ഇപ്പോൾ അത് കാണിക്കാം. ആർക്കെങ്കിലും ഒരാൾക്ക് ഇക്കിളി കൊടുക്കാമെങ്കിൽ ആ ഒരു കുളച്ചിലും തിരിച്ചിലൊക്കെ കാണാൻ പറ്റും. ഇക്കിളി ഉണ്ടാക്കുന്നതാണ് എന്തെങ്കിലുമൊക്കെ പരിപാടി ഒപ്പിക്കാമെങ്കിൽ അതൊരു പ്രത്യേക തരം സന്തോഷമാണ്. നമ്മുടെ അതിനാണ് ഈ എക്സ്റ്റസി എന്ന് പറയുന്നത്, ഹർഷോന്മാദം എന്ന് വേണമെങ്കിൽ പറയാം. അതിങ്ങനെ ഒരു തുള്ളലാണ്, ഒരിളക്കമാണ്. ഇളകുന്നത് മനസ്സോ ആത്മാവല്ല. പിന്നെ ആരാളികുന്നത്? ശരീരം ഇളകും, ഇരിക്കുന്നിടത്തുനിന്ന് ഇളകും. ഭൂമിക്കിളക്കൊന്നും സംഭവിക്കുകയല്ല, പ്രകൃതിക്ക് മാറ്റമൊന്നുമില്ല. പക്ഷേ നമുക്ക് ഇളക്കമുണ്ടാകും, നമ്മൾ തുണിക്കളയും. അതുകൊണ്ട് അങ്ങനെ ഒരു ഇളക്കമല്ല വേണ്ടത്. ഇതിന് വേണ്ടതെന്തുവാ? ഞാനിന്നലെ മദ്രാസിലായിരുന്നു. മദ്രാസില് കുഞ്ഞുങ്ങൾ, സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ മത്സരമായിരുന്നു, സഹപാഠ്യ മത്സരം. മത്സരത്തില് ഒരു എക്സ്റ്റംപററി സ്പീച്ച് പരിപാടി ഉണ്ടായിരുന്നു. ടോപ്പിക് എന്തായാലും കൊടുക്കും. ആ ടോപ്പിക്ക് കേട്ട് അന്നേരം ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ പ്രസംഗിക്കുക, അതായിരുന്നു വിഷയം. ഒരു കുട്ടി, 7-8 കുട്ടികളുണ്ടായിരുന്നു പ്രസംഗിക്കാൻ. ഒരു കുട്ടി എനിക്ക് തോന്നുന്നൊരു 10 വയസ്സ് കാണുമായിരിക്കാം. 10 വയസ്സിന് മേലോട്ട് പോകുന്നില്ല, കൊച്ചുകുട്ടിയാണ്. കുട്ടി അങ്ങോട്ട് വന്ന് ആദ്യം ഞങ്ങളെയൊക്കെ ഗ്രീറ്റ് ചെയ്തിട്ട് ഞാൻ ചോദിച്ച ചോദ്യം ദി എസൻസ് ഓഫ് ഓർത്തഡോക്സി എന്നാണ് ചോദിച്ച ചോദ്യം. ഓർത്തഡോക്സ് സഭയുടെ എസൻസ് എന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ഞാനാണ് വിഷയം കൊടുത്തത്. വിഷയം കേട്ടോണ്ട് എല്ലാവരും തലയിൽ കൈവച്ചില്ല എന്ന് പറയുന്നുണ്ട്. കാരണം കൊച്ചുകുട്ടികൾക്ക് പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്കൊന്നും അല്ലാതൊരു ഫീലിംഗ് ആണ് അവിടെ നിന്ന് പ്രായമുള്ളവരൊക്കെ ഇത് ചെയ്തത്. പക്ഷെ എന്നെ അതിശയിപ്പിച്ചു. ഒരു കുട്ടി 10 വയസ്സ് താഴെയുള്ള കുട്ടി എഴുന്നേറ്റ് വന്ന് അവളുടെ കൂടെ വന്നപ്പോൾ അവൾ പറഞ്ഞു, റിയലൈസോൻ ദിസ് ഈസ് ദി എസൻസ് ഓഫ് ഓർത്തഡോക്സി. ഞാൻ അവിടുന്ന് വണ്ടടിച്ചു പോയി. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മറുപടി ഈ കൊച്ചു പെൺകുട്ടിയുടെ വായിൽ നിന്ന് കേട്ടപ്പോൾ എന്നോട് ചോദിച്ചത്, ഞാനാണ് ചോദ്യം ഇട്ടെങ്കിൽ എന്നോട് ചോദ്യം ചോദിച്ചത് ഞാനങ്ങനെ പറയുന്നത് എനിക്ക് വിചാരമില്ല. കുട്ടി പറഞ്ഞ മറുപടിയാണ് റിയലൈസോൻ. അവൾ 3 പ്രാവശ്യം ഉരുവിട്ടതിന് ശേഷം അവൾ പറഞ്ഞു, ദിസ് ഈസ് ദി എസൻസ് ഓഫ് ഓർത്തഡോക്സി. ആ കുട്ടിക്കല്ല ഫസ്റ്റ് കിട്ടിയത് കേട്ടോ, ഞാനല്ലോ മാർക്ക് കിട്ടത്. ആ കുട്ടിക്ക് പ്രൈസ് കിട്ടി, സെക്കൻഡ് പ്രൈസോ തേർഡ് പ്രൈസോ കിട്ടി. 3 പേരുള്ളതാണ്. പക്ഷേ ഷി വാസ് നോട്ട് ഗെറ്റിംഗ് ദ ഫസ്റ്റ് പ്രൈസ്. അവർക്ക് ഫസ്റ്റ് കിട്ടിയോ തേർഡ് കിട്ടിയോ സെക്കൻഡ് കിട്ടിയതുകൊണ്ടല്ല അവളുടെ വിഷയം. അവളുടെ വിഷയം അവളെ പറഞ്ഞ ഒറ്റ വാക്ക്, ആ ഒറ്റ വാക്കിനെ അവൾ നിർവചിച്ച രീതി, അതാണ് സത്യത്തിൽ ദ റിയൽ ലൈഫ് ഓഫ് ഓർത്തഡോക്സ് പീപ്പിൾ. അതാണ് ദ റിയൽ ഹാപ്പിനെസ് ഓഫ് ഓർത്തഡോക്സ് പീപ്പിൾ. അതിന് എക്സ്റ്റസി നമ്മൾ സാധാരണ പറയാറില്ല. എക്സ്റ്റസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കുഴപ്പം മദ്യപാനം വീണ്ടും തുടങ്ങും, ഇളക്കം വീണ്ടും വർദ്ധിക്കും. അതുകൊണ്ടാകാൻ പാടില്ല. മദ്യപാനവും ഇളക്കെങ്കിലും വർദ്ധിക്കാതെ ദൈവത്തിൻ്റെ ആത്മാവിൽ സ്ഥിരമായി, അവിടെ ശാരീരികമായും മാനസികമായും ഒക്കെ വേദന ഉണ്ടാകുമ്പോൾ സ്ഥിരമായി ആനന്ദം കൊള്ളുന്ന അനുഭവമാണ് നമുക്ക് വേണ്ടത്. ആ കുട്ടി പറഞ്ഞത് അതാണ് നമ്മുടെ സന്തോഷം. ദൈവസന്നിധി വന്നിരുന്നുകൊണ്ട് റിയലൈസോൻ എന്ന് വിളിക്കുന്ന, അത് അധിക ശബ്ദവും കോലാഹലമൊന്നുമില്ലാതെ വിളിച്ചു പറയുന്ന ഒരു ശബ്ദമുണ്ട്. ആ പ്രാർത്ഥനയാണ് നമ്മുടെ സ്ഥിരമായി നിൽക്കുന്ന സന്തോഷം എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിച്ചോളട്ടെ. ഞാൻ അധികം നേരം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. യോഹന്നാൻ ശ്ലീഹ പൊതുവിൽ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ, 1 യോഹന്നാൻ 2:14 യോഹന്നാൻ ശ്ലീഹ ഇപ്രകാരം പറയുന്നുണ്ട്,
യൗവനക്കാരെ എന്ന് പറഞ്ഞാൽ ആരാ? യൗവനക്കാരെ എന്ന് വിളിച്ചാൽ ആരാ? നമ്മൾ പറയുന്നത് യുവജനങ്ങളെ എന്നാ പറയുന്നത്. യുവജനങ്ങളെ, നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ നിർദ്ദരിക്കാനും പിശാചിനെ നിങ്ങൾ തോൽപ്പിച്ചിരിക്കാനും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. എന്തോ ഇപ്പൊ ഞാൻ പറഞ്ഞതല്ല. യൗവന സ്ത്രീ എന്തോ പറഞ്ഞാ പറയും? യൗവനക്കാരെ, എന്റെ പിന്നാലെ ഒന്ന് ആവർത്തിച്ച്, യൗവനക്കാരെ നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിച്ചിരിക്കാനും പിശാചിനെ നിങ്ങൾ തോൽപ്പിച്ചിരിക്കാനും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. യൗവനക്കാരെ നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിച്ചിരിക്കാനും പിശാചിനെ നിങ്ങൾ തോൽപ്പിച്ചിരിക്കാനും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. തറവാട്ടിലുള്ള ദിനത്തിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശമായി നിങ്ങൾ സ്വീകരിക്കുക. 3 വാക്കുകൾ പറഞ്ഞു. ക്രിയലായുസം എന്ന എസൻസ് കഴിഞ്ഞിട്ട് നിങ്ങളോട് പറഞ്ഞത് ശക്തരായിരിക്കുക, ദൈവത്തിൻ്റെ വചനത്തെ ഉള്ളിൽ നിറച്ചു വെക്കുക, പിശാചിനെ സ്ഥിരമായി തോൽപ്പിക്കുക. ശക്തരാവുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഫിസിക്കലി മാത്രമല്ല. പിന്നെയോ ഫിസിക്കലി മാത്രമാണ്. ഫിസിക്കലി ശക്തരായ ഇരിക്കും. ഇവിടെ ഫിസിക്കലി അധികം ശക്തരായാൽ ആരുമില്ല. ഞാൻ നോക്കിയിട്ട് തറവാട്ടിൻ്റെ ദിനമായതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത്. ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഒരാൾ വന്നിട്ട് സൈഡിലേക്ക് പോകും. ഫിസിക്കലി ശക്തൻ. ബാക്കി എല്ലാവരും വലിയ കുഴപ്പമില്ലാതെ ഇരിക്കുക അല്ലേ? എല്ലാവരും നല്ല നോർമലാണ്. പക്ഷേ നിങ്ങൾ കണ്ടാൽ വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല കുട്ടികളാണ്. മുഖമൊക്കെ നോക്കിയിട്ട് എന്ത് രസമായിരിക്കും. നല്ല കുട്ടികളാണ്. നിങ്ങളുടെ മുഖത്തൊരു പ്രസന്നതയുണ്ട്. അത് ഇന്ന് കുർബാന അനുഭവിച്ചോ? അനുഭവിച്ചു. വിശുദ്ധ കുർബാന അനുഭവിച്ച് കിട്ടിയതായിരിക്കും ഞാൻ വിചാരിക്കാൻ. സുറിയാനി ഭാഷയിൽ ഗരിയുസാഫ എന്ന് പറയും. മുഖപ്രസന്നത. എന്താ ഞാൻ പറഞ്ഞേ? മുഖപ്രസന്നത. അത് മുഖത്ത് മാത്രം കിട്ടുന്ന ഒന്നല്ലത്. അത് എവിടെ നിന്ന് വരുന്നതാണ്? ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്, മനസ്സിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ശക്തി എവിടെയൊക്കെ വേണം? ശരീരത്തിനും വേണം, മനസ്സിനും വേണം, ആത്മാവിനും വേണം. വേണ്ടേ? അതാണ് ഇവിടെ യോഗ പറഞ്ഞത്. നിങ്ങൾ എന്തോ ആകിയാൽ ശക്തരാകിയാൽ. ഏതൊക്കെയുള്ള ശക്തിയാ? ഫിസിക്കൽ സ്ട്രെങ്ത്, മെന്റൽ സ്ട്രെങ്ത് ആൻഡ് സ്പിരിച്വൽ സ്ട്രെങ്ത്. മനസ്സുറച്ചിരിക്കണം ദൈവത്തിന്, പരിശുദ്ധാത്മാവിന് ശക്തരായിരിക്കും. അങ്ങനെയാകുമ്പോൾ ഫിസിക്കൽ ശക്തിയും ശരിയായിരിക്കും. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട്. ദൈവവചനം നിങ്ങളിൽ നടന്നിരിക്കാൻ വേദപുസ്തകം ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും വായിക്കുന്നവർക്ക് കൈ വെപ്പിക്കുക. കുറഞ്ഞതൊരു പ്രാവശ്യം. ചിലരൊക്കെ മടിക്കുന്നുണ്ട്, ചിലർ ഉയർത്തിയിട്ടുമില്ല. അപ്പോൾ കൈതാട്ടിക്കും ഭൂരിപക്ഷം അങ്ങനെയാണ്. പക്ഷെ ആരെങ്കിലുമൊക്കെ വായിക്കാത്തവരുണ്ടെന്നുള്ളത് കാണുന്നു. അതൊരു ഹാബിറ്റാക്കണം. എന്തോ ഹാബിറ്റാക്കേണ്ടത്? ഡെയിലി ബൈബിൾ റീഡിങ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റീഡിങ് എന്ന് പറഞ്ഞൊരു പരിപാടി നമുക്കില്ല. വേദപുസ്തകത്തെ വായിക്കാൻ നമുക്ക് അനുവാദമില്ല. വേദപുസ്തകം വായിക്കുന്നത് നോവൽ വായിക്കുന്ന പോലെ എന്ന് പറയുന്നത്, വായിക്കുക എന്ന് പറഞ്ഞാൽ നോവൽ വായിക്കുന്നതല്ല അല്ലേ? അല്ലെ ക്ലാസ്സിലൊരു പുസ്തകം വായിക്കുന്നതല്ല. വായന നമുക്കില്ല. വേദപുസ്തകത്തെ റിസൈറ്റ് ചെയ്യണം. ഒരാളൊക്കെ പറഞ്ഞാൽ പാരായണം ചെയ്യണം. അതിനകത്ത് ഓരോ വാക്കിലേക്കും നമ്മുടെ കണ്ണ് മാത്രം പോയാൽ പോരാ. പിന്നെന്ത് പോകണം? മനസ്സ് പോകണം. പണമുണ്ടേ? ഹൃദയവും മനസ്സും വേദപുസ്തകം
വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങളുടെ ഉള്ളിലേക്ക് പോയി അതിന് മനനം ചെയ്യുമ്പോഴാണ് ബൈബിൾ റെസിറ്റേഷൻ എന്ന് പറയുന്നുണ്ടാകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ഇല്ല. അടുത്ത വർഷത്തെ തറവാട്ടിലെ ദിനമില്ലേ? ഉണ്ടോ? അടുത്ത വർഷത്തിലെ തറവാട്ടിലെ ദിനമുണ്ടോ? അടുത്ത വർഷത്തിലെ തറവാട്ടിലെ ദിനത്തിന് വരുമ്പോൾ നിങ്ങളുടെ ജനറൽ സെക്രട്ടറിയോടോ വൈസ് പ്രസിഡന്റിനോടോ ബൈബിൾ മുഴുവൻ ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങൾ വായിച്ചു കഴിഞ്ഞു എന്ന് ഓരോരുത്തരും വന്ന് രഹസ്യമായിട്ട് പറയണം. സമ്മതിച്ചോ? സമ്മതിച്ചോ? ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങൾ ബൈബിൾ മുഴുവനും വായിച്ചു. സമ്മതിച്ചോ? പള്ളിയിൽ നിന്നുകൊണ്ടാണ് ഈ മാനസികയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. അതൊരു ഹോംവർക്കായി സ്വീകരിക്കണം. ദൈവവചനം വസിപ്പിക്കാനുള്ള ഒരു മാർഗം അതാണ്. രണ്ടാമത്തെ കാര്യം ഒരു ദിവസം ഒരു ബുക്ക് കരുതിയേക്കണം. ഒരു ബുക്ക് കരുതിയിട്ട് ആ ബുക്കിൽ വേറെ ഒന്നും എഴുതരുത്. ഒരു ദിവസം നിങ്ങളുടെ മനസ്സിൽ വരുന്ന നല്ല ഒരു ചിന്ത ആ ബുക്കിൽ ഡേറ്റ് ഇട്ട് കുറിച്ച് വേണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നല്ല ഒരു ചിന്ത, അതെന്തു വായിക്കാറുണ്ട്? വലിയ വാക്കായിക്കൊണ്ട് ചെറിയ വായിക്കാറുണ്ട്. ഒരു 2 വാചകങ്ങൾ, ഒരു വാചകത്തിൽ ഒരു നല്ല ചിന്ത. ഒന്നും വേണ്ട, ഞാനിന്ന് എല്ലാം നല്ലതുപോലെ പഠിക്കും. ചിന്ത അതാണ്. അതങ്ങ് അതുപോലെ എഴുതണം. പോസിറ്റീവായ ചിന്തകൾ ഒരു ബുക്കിനകത്ത് ഒരു ദിവസം ഒരു വാചകം വെച്ച് എഴുതി വെക്കണം. അടുത്ത തറവാട്ടിലെ ദിനത്തിൽ ആരെക്കൊണ്ട് കാണിക്കണമെന്ന്? അടുത്ത തറവാട്ടിലെ ദിനത്തിൽ ആരെക്കൊണ്ട് കാണിക്കണം? വൈസ് പ്രസിഡന്റിനെ കാണിക്കണം, അല്ലെങ്കിൽ സെക്രട്ടറിയെ കാണിക്കണം. അവർ രണ്ടുപേരെയും കൂടെ അല്ലെങ്കിൽ ട്രഷററോ ജോയിന്റ് സെക്രട്ടറിയെ കാണിക്കണം. സമ്മതിച്ചോ? ഒത്തിരി എഴുതണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതിയാൽ നിങ്ങൾ നല്ല നല്ല ചിന്തകൾ മനസ്സിൽ കുറിക്കുന്നവരാകുന്നോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. 3, വിശുദ്ധ കുർബാനയിൽ കൃത്യമായി മുടക്കം കൂടാതെ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കും. ദൈവവചനം വസിക്കുന്നത് പ്രധാനമായിട്ടും വിശുദ്ധ കുർബാനയിലൂടെയാണ്. യേശുക്രിസ്തുവാണ് വചനമാണല്ലേ? വചനം ജഡം ധരിച്ചു ക്രിസ്തുവായി. അങ്ങനല്ലേ വേദോസം പറയുന്നത് അല്ലേ? വചനം നടത്തുന്ന ക്രിസ്തുവായ ക്രിസ്തുവിനെ നിങ്ങൾ വിശുദ്ധ കുർബാനയിലൂടെ അനുഭവിക്കണം. ചെയ്യോ? 3 കാര്യങ്ങളാണ് ഞാൻ വചനത്തിന്റെ കാര്യം പറഞ്ഞത്. എന്തൊക്കെയാണ്? വേദപുസ്തകം നല്ലതുപോലെ പാരായണം ചെയ്യണം. 2, നല്ല ചിന്തകളെ ഒരു ബുക്കിൽ കുറിച്ചു വെക്കണം. 3, വിശുദ്ധ കൂദാശകളിലും പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കുകയും കുർബാന അനുഭവിക്കുകയും ചെയ്യോ? ഈ 2 കാര്യങ്ങൾ ക്ലിയർ ആകാറുണ്ട്. ഏതൊക്കെ 2 കാര്യങ്ങൾ? മനസ്സ്, ആത്മാവ്, ശരീരം. ഇത് 3നും ശക്തി കൊടുക്കുക. ദൈവവചനത്തെ വായനയിലൂടെയും എഴുത്തിലൂടെയും അനുഭവത്തിലൂടെയും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുക. അങ്ങനെയാകുമ്പോൾ 3ാമത്തെ കാര്യം ശരിയാണ്. 3ാമത്തെ എന്താണ് ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഞാൻ 3 കാര്യങ്ങളല്ലേ പറഞ്ഞത്? നിങ്ങൾ ശക്തരാകിയാലും മറന്നുപോയോ? നിങ്ങൾ അതുകൊണ്ട് ഞാൻ പറയിച്ചാണ്, നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിച്ചിരിക്കുകയാലും. 3ാമതെന്തുവാ? പിശാചിനെ തോൽപ്പിച്ചിരിക്കാനും. പിശാചിനെ തോൽപ്പിക്കണമെങ്കിൽ ആദ്യത്തെ 2 കാര്യങ്ങൾ ഭംഗിയാകണം. ഏതൊക്കെ? 2 കാര്യങ്ങൾ എന്തുവാ? ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. വിശുദ്ധ വേദപുസ്തകം വായിച്ചു, നല്ല ചിന്തകൾ കുറിച്ചു വെച്ചു, നല്ല കാര്യങ്ങൾ ചെയ്തു, വിശുദ്ധ കുർബാന അനുഭവിച്ചു, ദൈവവചനത്തെ ഉള്ളിൽ വസിപ്പിച്ചു നിറയ്ക്കണം. അങ്ങനെയാകുമ്പോൾ തെറ്റുകളിലേക്കും കുറ്റങ്ങളിലേക്കും പോകുവാൻ ഇടയാവുകയില്ല. പിശാചിനെ തോൽപ്പിക്കാൻ പറ്റും കേട്ടോ. പിശാചിനെ തോൽപ്പിക്കാൻ പറ്റും. ഇത് ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് പാമ്പാടി ദേറായിൽ സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് അവിടെ ദിശാദർശന ക്ലാസ് എന്ന് പറഞ്ഞൊരു പരിപാടി നടക്കുന്നുണ്ട്. പാമ്പാടി ഡിസ്ട്രിക്റ്റിലെ കുട്ടികൾക്ക്. അതിൻ്റെ അവസാന ഭാഗത്താണ് ഞാൻ ചെന്നത്.
അപ്പോൾ 1-2 കുട്ടികൾ എഴുന്നേറ്റ് വന്ന് ക്യാമ്പിനെ കുറിച്ച് അവലോകനം ചെയ്തു. അവരവലോകനം ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ വന്നപ്പോൾ വിശുദ്ധ കുമ്പസാരം നടത്തുവാനും വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത് എങ്ങനെയെന്നും ശരിക്കും മനസ്സിലാക്കി ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് സാധ്യമായിരിക്കണം. കുഞ്ഞുങ്ങൾ അവരുടെ റിഫ്ലക്ഷനിൽ പറഞ്ഞ കാര്യം ഞാൻ പറയാം. നിങ്ങൾ ഈ തറവാട്ടിൻ്റെ ദിനത്തിന് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന കാര്യമാണ്. നമുക്കിപ്പം നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഒരു കൂതാശയാണ് എന്തുവാ കുമ്പസാരം. കാലയിൽ അഴുക്ക് പറ്റിയാൽ നിങ്ങൾ എന്തോ ചെയ്യും? കഴുകിക്കളയും ഇല്ലേ? കഴുകിക്കള. അത് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. ഒരു കഴുകലുണ്ട്, ഒരു വാഷിങ്ങുണ്ട്. അതുകൊണ്ടാണ് മനസ്സിൻ്റെ ഉള്ളിൽ അഴുക്ക് പറ്റുമ്പോൾ കഴുകിക്കളയുന്ന ശുശ്രൂഷയാണ് എന്തുവാ കുമ്പസാരം. അത് ഞാൻ കഴുകാനൊക്കെയല്ല നിങ്ങളുടെ കാര്യത്തിൽ, എൻ്റെ കാര്യത്തിലാണ് ഞാൻ കഴുകുന്നത്. നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സ് കഴുകണം. വിശുദ്ധ കുമ്പസാരം നടത്തി വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന ദൈവമക്കളായി മാറി വിശുദ്ധിയുള്ളവരായി തീരണം. ഞാൻ എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തറവാട്ടിലെ ഒരു ദിനം പിതാക്കന്മാരോട് സ്ഥിരമായിരിക്കുന്ന നിമിഷങ്ങളായി മാറുവാൻ നിങ്ങളുടെ പ്രവർത്തനവും നിങ്ങളുടെ ജീവിതക്രമവും നിങ്ങളെ ഒരുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും തരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.